Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? സോഷ്യൽ സ്റ്റഡീസിലെ ഹിസ്റ്ററി പാർട്ടിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ദ ഏജ് ഓഫ് മെഷീൻസ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ദ ഏജ് ഓഫ് മെഷീൻസ്. നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ഏജ് ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡ്യൂറിംഗ് ദ പ്രീഹിസ്റ്റോറിക് ഏജ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൺസ് were used as tools and weapons. The weapons were generally used for hunting and protecting from wild animals. The age was known as the Stone Age. During the prehistoric age, different types of stones were used as tools and weapons. പ്രീഹിസ്റ്റോറിക് കാലഘട്ടത്തില് പലതരത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് കല്ലുകൾ ഉപയോഗിച്ച് എന്താ ടൂൾസും ഉപകരണങ്ങളും അതുപോലെ വെപ്പൺസ് ആയുധങ്ങളും നിർമ്മിച്ചിരുന്നു. ഡ്യൂറിംഗ് പ്രീഹിസ്റ്റോറിക് ഏജ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ്. പ്രീഹിസ്റ്റോറിക് കാലഘട്ടത്തില് പലതരത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നു. The weapons were generally used for hunting and protecting from wild animals. ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തിനു വേണ്ടിയായിരുന്നു? മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാനും രക്ഷ നേടാനും അതുകൂടാതെ മൃഗങ്ങളെ വേട്ടയാടാനുമാണ് ഈ കല്ലുകൾ വെച്ച് ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചത്. The age was known as the Stone Age. ഇങ്ങനെ കല്ല് വെച്ച് ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ എന്ന് പറയുന്നത് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ശിലായുഗം എന്ന് പറയുന്നു. ഡ്യൂറിംഗ് ദ പ്രീഹിസ്റ്റോറിക് ഏജ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ്. പ്രീഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് ഉപകരണങ്ങളും അതുപോലെ ആയുധങ്ങളും നിർമ്മിച്ചിരുന്നു. The weapons were generally used for hunting and protecting from wild animals. ഈ കല്ല് വെച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷ നേടിയതും അതുകൂടാതെ മൃഗങ്ങളെ വേട്ടയാടിയതും. The age was known as the Stone Age. ഇങ്ങനെ കല്ല് വെച്ച് ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ത് പറയുക? സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം എന്ന് പറയുന്നത്. Since it was difficult to kill the animals with stone, the early men used sharp and pointed tools. But strong tools were made only after the discovery of metal. Since it was difficult to kill the animals with stones, the early men used sharp and pointed tools. But strong tools were made only after the discovery of metal. ഈ കല്ല് വെച്ചിട്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും വെച്ച് മൃഗങ്ങളെ കൊല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു മനുഷ്യൻ ആ കല്ല് വെച്ചിട്ടുള്ള ഉപകരണങ്ങൾ കൂടുതൽ ഷാർപ്പാക്കുകയും അതുപോലെ കൂർത്തതും മുനയുള്ളതുമാക്കുകയും ചെയ്തു. ഈ ഉപകരണങ്ങൾ എന്താ കൂടുതൽ ഷാർപ്പും പോയിന്റഡുമാക്കി മാറ്റി. അതായത് കൂർത്തതും അതുപോലെ തന്നെ എന്താണ് കൂർത്തതും പോയിന്റഡും ഷാർപ്പുമാക്കി മാറ്റി. കൂടുതലും മുനയുള്ളതുമാക്കി ഈ കല്ല് വെച്ചിട്ടുള്ള ആയുധങ്ങളെ മനുഷ്യൻ മാറ്റി. But strong tools were made only after the discovery of metal. എന്നാൽ ഈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കിയത് എപ്പോൾ മാത്രമാണ്? ലോഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം മാത്രമാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൂൾസ് നിർമ്മിച്ചത്. അപ്പോഴാണ് മെറ്റലിന്റെ ഡിസ്കവറിക്ക് ശേഷമാണ് സ്ട്രോങ് ആയിട്ടുള്ള ടൂൾസ് മനുഷ്യൻ നിർമ്മിച്ചത്. The age in which we live can be called the age of machines. It is difficult to imagine our life without a machine. The age in which we live can be called the age of machines. It is difficult to imagine our life without the machines. ഇതാണ് ഇങ്ങനെ മെഷീനുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ത് പറയാ? ഏജ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത്. മെഷീനുകൾ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. ആ കാലഘട്ടത്തെ എന്തെന്ന് പറയാ?
ഏജ് ഓഫ് മെഷീൻസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ അവർ ലൈഫ് വിത്തൗട്ട് ദ മെഷീൻ. നമുക്കറിയാലോ, നമ്മുടെ ജീവിതം മെഷീനുകൾ ഇല്ലാതെ ഉള്ളൊരു ജീവിതത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മെഷീനുകൾ ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം? മെഷീൻ, യന്ത്രങ്ങൾ സഹായം നമുക്ക് ആവശ്യമാണല്ലേ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്താ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് ചെയ്യുന്നത് അല്ലേ. നോക്കിക്കേ, നമ്മൾ പണ്ടൊക്കെ തുണിയൊക്കെ വാഷ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? കല്ലിലിട്ടായിരുന്നു വാഷ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ എങ്ങനെയാണ്? എല്ലാവരും വാഷിംഗ് മെഷീനായിട്ടാണ് വാഷ് ചെയ്യുന്നത് അല്ലേ. എല്ലാ കാര്യങ്ങൾക്കും എന്താണ് മെഷീൻ വന്നില്ലേ. പണ്ടൊക്കെ നമുക്ക് കാറ്റുകൊള്ളാൻ ഫാൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, വീശുതിയായിരുന്നു ഉപയോഗിച്ചത്. ഇപ്പൊ എന്താണ്? ഫാനാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ ഈ മെഷീനുകൾ എന്ത് ചെയ്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മെഷീനുകൾ ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് നമുക്ക് ഇപ്പൊ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ദ ഡിസ്കവറി ഓഫ് മെറ്റൽ. ഇനി ലോഹത്തിന്റെ കണ്ടുപിടുത്തം എങ്ങനെയായിരുന്നു നോക്കാം. ദ ഡിസ്കവറി ഓഫ് മെറ്റൽ. The first metal to be discovered was copper. The first metal to be discovered was copper. It was used over 80,000 years ago in some part of Asia. Later we learned to make bronze and alloy. It was made by mixing copper and tin. The first metal to be discovered was copper. മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ ലോഹം ഏതായിരുന്നു? മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹമായിരുന്നു കോപ്പർ, ചെമ്പ്. ഏത് ലോഹമാണ് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയത്? The first metal to be discovered was copper. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹമാണ് ഏത്? കോപ്പർ. ഏതാണ്? കോപ്പർ. കോപ്പർ എന്ന് വെച്ചാൽ എന്താണ്? കോപ്പർ എന്ന് വെച്ചാൽ ചെമ്പ്. The first metal to be discovered was എന്താണ്? കോപ്പർ. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏതാണ്? കോപ്പർ, ചെമ്പാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ ലോഹം. It was used over 80,000 years ago in some part of Asia. ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ 8000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചെമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ഉപയോഗിച്ചിരുന്നു. 8000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ ഈ കോപ്പർ ഉപയോഗിച്ചിരുന്നു. Later we learned to make bronze and alloy. It was made by mixing copper and tin. പിന്നീടാണ് നമുക്ക് ബ്രോൺസിനെ കുറിച്ച് മനസ്സിലായത്. എന്താണ് ബ്രോൺസ് എന്ന് പറയുന്നത്? വെങ്കലം. പിന്നീട് നമ്മൾ എന്തിനെ കണ്ടുപിടിച്ച്? വെങ്കലം കണ്ടുപിടിച്ചു. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും കൂടി ചേർന്നാണ്. ചെമ്പും ടിന്നും കൂടി ചേർന്നാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? കോപ്പറും ടിന്നും കൂടി ചേർന്നാണ് എന്ത് നിർമ്മിച്ചത്? കോപ്പറും ടിന്നും കൂടി നിർമ്മിച്ചിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ബ്രോൺസ് അഥവാ വെങ്കലം നിർമ്മിച്ചത്. Later we learned to make bronze and alloy. It was made by mixing copper and tin. പിന്നീടാണ് നമ്മൾ ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം കണ്ടെത്തിയത്. ഈ വെങ്കലം നിർമ്മിച്ചിരിക്കുന്നത് കോപ്പറും ടിന്നും കൂടി ചേർന്നാണ്. ചെമ്പും അതുപോലെ ടിന്നും കൂടി ചേർന്നാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ബ്രോൺസ് നിർമ്മിച്ചിരിക്കുന്നത്. After several thousand years, iron was discovered. It was strong and harder than copper. After several thousand years, iron was discovered. It was stronger and harder than copper. 1000 വർഷങ്ങൾക്ക് ശേഷമാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് കണ്ടെത്തിയത്. 1000 വർഷങ്ങൾക്ക് ശേഷമാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് കണ്ടെത്തിയത്. It was stronger and harder than copper. ഈ അയൺ എന്ന് പറയുന്നത് ചെമ്പിനെക്കാട്ടി സ്ട്രോങ്ങും ഹാർഡറുമാണ്. ഭയങ്കര ശക്തവും കടുപ്പവും ഉള്ളതാണ് എന്ത്? ചെമ്പിനെക്കാട്ടി ശക്തവും കടുപ്പവും ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? അയൺ എന്ന് പറയുന്നത്. ചെമ്പിനെക്കാട്ടി നല്ല സ്ട്രോങ്ങും ഹാർഡറുമാണ് എന്ത്? അയൺ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂൾസ് ലൈക്ക് പ്ലോ, സിക്കിൾ, അയൺ ആക്സ്, ഷവൽ വാസ് മേഡ് ഓഫ് അയൺ. എന്താണ്? പലതരത്തിലുള്ള ടൂൾസ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? കലപ്പ, അരിവാള്, കോടാലി, ഇതൊക്കെ തന്നെ നിർമ്മിച്ചത് എന്തുകൊണ്ടായിരുന്നു? പിന്നീട് ഇരുമ്പ് ഉപയോഗിച്ചായിരുന്നു. These tools were used to clear the jungle to acquire the land for cultivation. കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി, കാട് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയാണ് ഈ കലപ്പയായാലും അരിവാളായാലും കോടാലി ആയാലും ഒക്കെ
മനുഷ്യൻ ഉപയോഗിച്ചത്. ഈ കലപ്പ, അരിവാള്, കോടാലി തുടങ്ങിയ ആയൻ വെച്ച്, ഇരുമ്പ് വെച്ച് തുടങ്ങിയ ആയുധങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്ത്? These tools were used to clear the jungle to acquire land for cultivation. ഈ കലപ്പയും അതുപോലെ തന്നെ അരിവാള്, കോടാലി തുടങ്ങിയ അയൺ വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ വെച്ച് മനുഷ്യൻ കാട് വെട്ടിക്കളിച്ചിട്ട് എന്ത് നിർമ്മിച്ചു? കൃഷിയോഗ്യമാക്കി. അവിടൊക്കെ കൃഷിയോഗ്യമാക്കി. This development made man a skilled hunter, farmer, carpenter, potter and blacksmith. These developments made man a skilled hunter, farmer, carpenter, potter and blacksmith. ഈ വികസനങ്ങളൊക്കെ തന്നെ മനുഷ്യനെ ഒരു സ്കിൽഡ് ഹണ്ടർ, നല്ലൊരു വേട്ടക്കാരനും അതുപോലെ കർഷകനും കാർപ്പന്ററും ഒക്കെ ആക്കി മാറ്റി. So man became more powerful with the discovery of iron. In fact, his effort to make better tools did not stop there. So man became more powerful with the discovery of iron. In fact, his effort to make better tools did not stop there. So man become more powerful with the discovery of iron. മനുഷ്യൻ ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി എന്ത് സംഭവിച്ചു? കൂടുതൽ ശക്തനായി. So man became powerful with the discovery of iron. ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി മനുഷ്യൻ കൂടുതൽ ശക്തനായി. In fact, his effort to make better tools did not stop there. ഈ അയണിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി മാത്രം മനുഷ്യൻ നല്ല ടൂൾസ് ഉണ്ടാക്കാനുള്ള ഒരു എഫേർട്ട് അവിടെ കൊണ്ട് നിന്നില്ല. എന്നുവെച്ചാ ആ ഒരു എഫേർട്ട് പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. നല്ല ടൂൾസ് ഉണ്ടാക്കാനുള്ള മനുഷ്യന്റെ എഫേർട്ട് അയണിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി നിന്നില്ല. പിന്നീട് ആ ശ്രമങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? തുടർന്നുകൊണ്ടിരുന്നു. Thereafter, man made pulling carts, flog, boat, rafts, etc. to lessen his burden of work. മനുഷ്യൻ എന്താണ്? വലിക്കുന്ന വണ്ടികളും അതുപോലെ ബോട്ടായാലും ചങ്ങാടങ്ങളും ഒക്കെ ഉപയോഗിച്ച് മനുഷ്യന്റെ വർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? മനുഷ്യന്റെ ജോലിഭാരം, കഠിനാധ്വാനം കുറയ്ക്കാൻ തുടങ്ങി. Thereafter, man made pulling carts, flog, boat, rafts, etc. to lessen his burden of work. മനുഷ്യന്റെ കഠിനാധ്വാനം കുറയ്ക്കാനായിട്ട് മനുഷ്യൻ എന്തൊക്കെ നിർമ്മിച്ചു? പിന്നീട് മനുഷ്യന്റെ കഠിനാധ്വാനം കുറയ്ക്കാനായി മനുഷ്യൻ വലിക്കുന്ന വണ്ടിയും അതുപോലെ ബോട്ടും ചങ്ങാടങ്ങളും ഒക്കെ നിർമ്മിച്ചു. ഡിസ്കവറി ഓഫ് ദി സ്റ്റീം എഞ്ചിൻ. ഇനി സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം എങ്ങനെയാണെന്ന് നോക്കാം. ഡിസ്കവറി ഓഫ് ദി സ്റ്റീം എഞ്ചിൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് നോക്കാം. Man always tried to develop new things to make his life easier and comfortable. A big change came in the life of man after the invention of the steam engine in 1769 by James Watt. Man always tried to develop new things to make his life easier and comfortable. മനുഷ്യൻ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി? മനുഷ്യൻ തന്റെ ജീവിതം കൂടുതൽ എളുപ്പവും സുഖകരവുമാക്കുന്നതിനായിട്ട് മനുഷ്യൻ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Man always tried to develop new things to make his life easier and comfortable. മനുഷ്യൻ അവന്റെ ജീവിതം കൂടുതൽ എളുപ്പവും സുഖകരവുമാക്കുന്നതിനായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ എപ്പോഴും കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. A big change came in the life of man after the invention of the steam engine in 1769 by James Watt. മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു മാറ്റമായിരുന്നു 1769 ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്. A big change came in the life of man after the invention of the steam engine in 1769 by James Watt. 1769 ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചതോടുകൂടിയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായത്. It was the beginning of the machine age. ഇത് എന്തിന് തുടക്കം കുറിച്ചു? മെഷീൻ ഏജിന് തുടക്കം കുറിച്ചു. Firstly, the steam engine
was used in coal mines in England. At that time, the coal machine used to be flooded with rainwater. This made the mining of coal difficult. James Watt used his steam engine to successfully take out the water from the mines. Firstly, the steam engine was used in coal mines in England. At that time, the coal mines used to be flooded with the rainwater. This made the mining of coal difficult. James Watt used his steam engine to successfully take out the water from the mines. ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ കൽക്കരി ഖനികളിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചു. ഇംഗ്ലണ്ടിലെ കോൾ മൈൻസിൽ എന്ത് ഉപയോഗിച്ചു? ഇംഗ്ലണ്ടിലെ കൽക്കരി ഖനികളിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചു. അക്കാലത്ത് കൽക്കരി ഖനികളിലൊക്കെ മഴവെള്ളം നിറഞ്ഞിരുന്നു. എന്താണ്? ഇംഗ്ലണ്ടിലെ കൽക്കരി ഖനികളിലൊക്കെ തന്നെ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചു. അക്കാലത്തെ ഇംഗ്ലണ്ടിലെ കൽക്കരി ഖനികളിലെല്ലാം മഴവെള്ളം കൊണ്ടങ്ങ് നിറഞ്ഞിരുന്നു. ഇത് കൽക്കരി ഖനനം വളരെ പ്രയാസമുള്ളതാക്കി മാറ്റിയിരുന്നു. അപ്പൊ നമ്മുടെ ജെയിംസ് വാട്ട് എന്ത് ചെയ്തു? ജെയിംസ് വാട്ട് താൻ നിർമ്മിച്ചിട്ടുള്ള തന്റെ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് കൽക്കരി ഖനികളിലെ വെള്ളം എന്ത് ചെയ്ത് വിജയകരമായിട്ട് തന്നെ അങ്ങ് പുറത്തെടുത്ത്. പക്ഷെ ആ കൽക്കരി ഖനികളിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ അങ്ങ് നീക്കം ചെയ്തു. Firstly, the steam engine was used in coal mines in England. At that time, the coal mines used to be flooded with the rainwater. This made the mining of coal difficult. James Watt used his steam engine to successfully take out the water from the mines. ഇംഗ്ലണ്ടിലെ കൽക്കരി ഖനികളിലൊക്കെ തന്നെ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചു. അക്കാലത്ത് കൽക്കരി ഖനികളിൽ മഴവെള്ളം കൊണ്ടങ്ങ് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൽക്കരി ഖനനം വളരെ പ്രയാസമുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജെയിംസ് വാട്ട് എന്ത് ചെയ്ത്? ജെയിംസ് വാട്ട് തന്റെ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് കൽക്കരി ഖനികളിൽ ഉണ്ടായിരുന്ന ആ വെള്ളം മൊത്തം ഒന്ന് നീക്കം ചെയ്തു. The invention of the steam engine led to the invention of other machines. The invention of the steam engine led to the invention of other machines. Using his idea, a British engineer, George Stephenson, made a railway engine. He built a locomotive called Blucher in 1814. The invention of the steam engine led to the invention of other machines. Using his idea, a British engineer, George Stephenson, made a railway engine. He built a locomotive called Blucher in 1814. എന്താണ്? സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മറ്റ് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം മറ്റ് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. Using his idea, a British engineer, George Stephenson, made a railway engine. He built a locomotive called Blucher in 1814. 1814 ജോർജ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ എന്ത് ചെയ്ത്? അദ്ദേഹം ബ്ലൂച്ചർ എന്ന ഒരു ലോക്കോമോട്ടീവ് എഞ്ചിന് രൂപം നൽകി. ഇതാണ് the invention of steam engine led to the invention of the other machine. Using his idea, a British engineer, George Stephenson, made a railway engine. He built a locomotive called Blucher in 1814. എന്താണ്? ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോർജ് സ്റ്റീഫൻസൺ എന്ത് ചെയ്തു? ഒരു റെയിൽവേ എഞ്ചിൻ നിർമ്മിച്ചു. 1814 അദ്ദേഹം ബ്ലൂച്ചർ എന്ന് പറയുന്ന ഒരു ലോക്കോമോട്ടീവ് ആയിരുന്നു നിർമ്മിച്ചത്. സ്റ്റീഫൻസ് റെയിൽവേ എഞ്ചിൻ pulled 8 coal wagon at a speed of 6 km/h. Very soon, he built a successful locomotive called the Rocket in 1829. The Rocket was able to pull a coach with 30 people at a speed of about 50 km/h. It acted later as a model for the steam locomotive. Stephen's railway engine could pull 8 coal wagons at a speed of 6 km/h. Very soon, he built a successful
locomotive called the rocket in 1829. എന്താണ് സ്റ്റീഫൻസിന്റെ റെയിൽവേ എഞ്ചിന് മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിൽ 8 കൽക്കരി വാഗണിനെ വലിക്കാനാകും. സ്റ്റീഫൻസിന്റെ റെയിൽവേ എഞ്ചിൻ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിൽ 8 കൽക്കരി വാഗണുകൾ വലിക്കാൻ കഴിയുമായിരുന്നു. Very soon he built a successful locomotive called the rocket in 1829. Very soon he built a successful locomotive called the rocket in 1829. താമസിയാതെ 1829 അദ്ദേഹം റോക്കറ്റ് എന്ന പേരിൽ ഒരു വിജയകരമായിട്ടുള്ള ലോക്കോമോട്ടീവ് നിർമ്മിച്ചു. The rocket was able to pull a coach with 30 people at a speed of about 50 km per hour. It acted as a model for the steam locomotive. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ 30 ആളുകളുള്ള ഒരു കോച്ചിനെ വലിക്കാൻ ഈ റോക്കറ്റിനെ കഴിഞ്ഞു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ 30 ആളുകളുള്ള ഒരു കോച്ചിനെ വലിക്കാൻ ഈ റോക്കറ്റിന് കഴിഞ്ഞു. It acted as a model for the steam locomotive. ഇതെന്താണ്? ഇത് പിന്നീട് സ്റ്റീം ലോക്കോമോട്ടീവിന്റെ ഒരു മാതൃകയായിട്ട് പ്രവർത്തിച്ചു. Stevens railway engine could pull 8 coal wagons at a speed of 6 km per hour. Very soon, he built a successful locomotive called the rocket in 1829. The rocket was able to pull a coach with 30 people at a speed of about 50 km per hour. It acted later as a model for the steam locomotive. സ്റ്റീഫൻസിന്റെ റെയിൽവേ എഞ്ചിന് മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിൽ 8 കൽക്കരി വാഗണുകൾ വലിക്കാനാകും. താമസിയാതെ 1829 അദ്ദേഹം റോക്കറ്റ് എന്ന പേരിൽ ഒരു വിജയകരമായിട്ട് ഒരു ലോക്കോമോട്ടീവ് നിർമ്മിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ 30 ആളുകളുള്ള ഒരു കോച്ചിനെ വലിക്കാൻ ഈ റോക്കറ്റിന് കഴിയുമായിരുന്നു. ഈ കോച്ചിനെ വലിക്കാൻ എന്ത് പറ്റുമായിരുന്നു? ഈ റോക്കറ്റിന് കഴിയുമായിരുന്നു. പിന്നീട് ഇത് സ്റ്റീം ലോക്കോമോട്ടീവിന് ഒരു മാതൃകയായിട്ട് പ്രവർത്തിച്ചു. Later, petrol and diesel were used to run the engine. This led to the invention of many vehicles such as the motor car, bus, trunk and the railway engine. പിന്നീട് എഞ്ചിൻ പ്രവർത്തിക്കാനായിട്ട് പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ചു. പിന്നീട് എഞ്ചിൻ പ്രവർത്തിക്കാനായിട്ട് പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ച് ഇത് മോട്ടോർ കാറിന്റെയും അതുപോലെ ബസ്, ട്രക്ക്, റെയിൽവേ എഞ്ചിൻ തുടങ്ങിയ നിരവധി വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. Later, petrol and diesel were used to run the engine, led to the invention of many vehicles such as motor car, bus, trunk and railway engine. പിന്നീട് ഈ എഞ്ചിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് മോട്ടോർ കാറിന്റെയും അതുപോലെ ബസ്, ട്രക്ക്, റെയിൽവേ എഞ്ചിൻ തുടങ്ങിയവയുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ദ മാസ് പ്രൊഡക്ഷൻ. ഇനി എന്താണ് മാസ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. എന്താണ്? The invention of the steam engine was significant base that led to the development of many big and small machines. The invention of the steam engine was the significant base that led to the development of many big and small machines. സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വലുതും ചെറുതുമായിട്ടുള്ള ധാരാളം മെഷീന്റെ കണ്ടുപിടുത്തത്തിന് കാരണമായി. The invention of steam engine was significant base that led to the development of many big and small machines. സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള മെഷീനുകളുടെ വികസനത്തിന് അടിത്തറ ഇട്ടു. This changed the entire system of producing goods. Producing goods in bulk with the help of machine is called mass production. This changed the entire system of producing goods.
ഇത് സാധനങ്ങൾ മൊത്തത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തിൽ ആകമാനം മാറ്റമുണ്ടാക്കി. പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ഇൻ ബൾക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻ ഈസ് കാൾഡ് മാസ് പ്രൊഡക്ഷൻ. എന്താണ്? പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ഇൻ ബൾക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻ ഈസ് കാൾഡ് മാസ് പ്രൊഡക്ഷൻ. എന്താണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ബൾക്കായിട്ട് സാധനങ്ങൾ മെഷീന്റെ സഹായത്തോടു കൂടി ഉൽപ്പാദിപ്പിക്കുന്ന എന്തെന്ന് പറയുന്നത് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നേ? മാസ് പ്രൊഡക്ഷൻ. എന്താണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? Producing goods in bulk with the help of machines is called mass production. എന്താണ്? മെഷീന്റെ സഹായത്തോടു കൂടി ബൾക്കായിട്ട് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനെയാണ് എന്ന് പറയാ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഇതെന്ന് പറയുന്നു മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. Producing goods in bulk was very beneficial for both the producers as well as consumers. It reduced the cost and improved the quality, leading to increase in demand. Producing goods in bulk was very beneficial for both the producers as well as consumers. എന്താണ്? ബൾക്കായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊഡ്യൂസറിനും അതുപോലെ കൺസ്യൂമറിനും ഉപഭോക്താവിനും അതുപോലെ നിർമ്മാതാവിനും രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. Producing goods in bulk was very beneficial for both the producers as well as consumers. ഉപഭോക്താവിനും അതുപോലെ തന്നെ നിർമ്മാതാവിനും ഒരുപോലെ തന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ബൾക്കായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. It reduced the cost and improved the quality, leading to increase in demand. ഇതെന്താണ്? ഉൽപാദന ചെലവ് കുറയ്ക്കുകയും അതുപോലെ ക്വാളിറ്റി സാധനത്തിന്റെ ക്വാളിറ്റി കൂട്ടുകയും അതുപോലെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. With the passage of time, many big factories were set up where goods in large quantity were produced. കാലക്രമേണ ഒരുപാട് വലിയ ഫാക്ടറീസ് ഒക്കെ തന്നെ വളർന്നു വന്നു. അതെന്ത് ചെയ്ത്? വലിയ തോതിൽ സാധനങ്ങൾക്ക് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. ആ ഫാക്ടറിയിൽ വലിയ തോതിൽ സാധനങ്ങളൊക്കെ നിർമ്മിക്കാനും തുടങ്ങി. This gave rise to big cities. This gave rise to big cities. This gave rise to big cities. ഇത് വലിയ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ഇങ്ങനെ സാധനങ്ങൾ ഒരുപാട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് വലിയ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. People started migrating to cities. There was a great change in quantity and quality of goods produced. That is why this period was called the period of the Industrial Revolution. People started migrating to cities. People started migrating to cities. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയത് നഗരങ്ങളുടെ സിറ്റീസിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ ജനങ്ങളൊക്കെ നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. എല്ലാവരും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് താമസം മാറ്റി. There was a great change in quantity and quality of goods produced. That is why this period was called the period of the Industrial Revolution. ഇതാണ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ വലിയ ചേഞ്ച് ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നു, വ്യവസായിക വിപ്ലവം എന്ന് പറയുന്നു. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കപ്പം ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കിയാലോ? നോക്കിക്കേ, പേജ് നമ്പർ 340. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിഫൈൻ, നിർവചനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഏതൊക്കെയാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്? എ ലോക്കോമോട്ടീവ്. എന്താണ് ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത്? എ മെഷീൻ ദാറ്റ് മൂവ്സ് എ ട്രെയിൻ ഓർ വാഗൺ ഓൺ ദ റെയിൽവേ ട്രാക്ക്. റെയിൽവേ ട്രാക്കിലൂടെ ഒരു ട്രെയിനോ അല്ലെങ്കിൽ വാഗണോ മൂവ് ചെയ്യുന്ന ഒരു മെഷീനാണ് എന്തെന്ന് പറയുക? ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്? മെഷീനേജ്. എന്താണ് മെഷീനേജ് എന്ന് പറയുന്നത്? എന്താണ്?
The invention of steam engine is referred to machine age. It later led to the invention of many other machines. ഈ സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തമാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? മെഷീൻ ഏജ് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം മറ്റ് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. നെക്സ്റ്റ് എന്താണ്? ഡ്രില്ലിംഗ്. എന്താണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്? Drilling refers to making deep hole into the ground in search of mineral oils or water. Drilling refers to making deep hole into the ground in search of mineral oil or water. വാട്ടറോ അല്ലെങ്കിൽ മിനറൽ ഓയിലോ ഒക്കെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഗ്രൗണ്ടിൽ ഗ്രൗണ്ടില് വലിയൊരു ഡീപ്പായിട്ടുള്ള ഹോൾ ഇടുന്നതിനെയാണ് എന്ന് പറയുക ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? മാസ് പ്രൊഡക്ഷൻ. എന്താണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ഇൻ ബൾക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഷീൻ ഈസ് കാൾഡ് മാസ് പ്രൊഡക്ഷൻ. ഇതാണ് സാധനങ്ങളൊക്കെ മെഷീന്റെ സഹായത്തോടു കൂടി ഒരു ബൾക്കായിട്ട് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനെയാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which was the first metal to be discovered? What was the benefit of this discovery? The first metal to be discovered was copper. After the discovery of copper, bronze was made by mixing copper and tin. Later, iron was discovered, which was stronger and harder than copper. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോകം എന്ന് പറയുന്നത് എന്താണ്? ചെമ്പാണ്. അതിനുശേഷം മനുഷ്യൻ ബ്രോൺസ് കണ്ടെത്തി. ബ്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? ചെമ്പും ടിന്നും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിനുശേഷമാണ് മനുഷ്യൻ അയൺ കണ്ടെത്തിയത്, ഇരുമ്പ് കണ്ടെത്തിയത്. ഈ ഇരുമ്പ് എന്ന് പറയുന്നത് ചെമ്പിനെ കാട്ടി ഭയങ്കര സ്ട്രോങ്ങും അതുപോലെ ഹാർഡറുമാണ്. This development made a man a skilled hunter, farmer, carpenter, and potter and blacksmith. These developments made a man a skilled hunter, farmer, carpenter, potter, and blacksmith. ഈ വികസനമൊക്കെ തന്നെ ഈ ലോഹങ്ങളുടെ കണ്ടുപിടുത്തമൊക്കെ തന്നെ മനുഷ്യനെ നല്ലൊരു വേട്ടക്കാരനും അതുപോലെ കർഷകനും അതുപോലെ കാർപ്പന്ററും ഒക്കെ ആക്കി മാറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What was the effect of the discovery of the steam engine on the industry of that time? എന്താണ്? A big change came after the invention of steam engine. സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി. Firstly, the steam engine was used in the mines to take out the rainwater from mines. Later, the invention of steam engine led to the invention of other machines. ഈ സ്റ്റീം എഞ്ചിൻ ആദ്യമായി ഉപയോഗിച്ചത് കൽക്കരി കരികളിൽ നിന്ന് വാട്ടർ റെയിൻ വാട്ടർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. മഴവെള്ളം നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റീം എഞ്ചിൻ ആദ്യം ഉപയോഗിച്ചത്. പിന്നീട് ഈ സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തമാണ് മറ്റു യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കിയത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? എന്താണ് വ്യാവസായിക വിപ്ലവം? എന്താണ് വ്യാവസായിക വിപ്ലവം? Mass production led to big factories where goods in large quantity are produced. There was great change in quantity and quality of goods produced at low cost. This period of change is known as Industrial Revolution. എന്താണ്? വലിയ ഫാക്ടറി ഒക്കെ വന്നപ്പോഴത്തേക്ക് വലിയ തോതിൽ സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് പറ്റി? അതിന്റെ ക്വാണ്ടിറ്റിയിലായാലും അളവിലായാലും അതുപോലെ ക്വാളിറ്റിയിലൊക്കെ ആണെങ്കിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടായി. വളരെ കുറഞ്ഞ ചിലവില് ഒരുപാട് സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഈ ഒരു ദിസ് പീരീഡ് ഓഫ് ചേഞ്ച് ഈസ് നോൺ ആസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഈ ഒരു ചേഞ്ച്, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായതിനെയാണ് എന്ന് പറയുക വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് എല്ലാവർക്കും മനസ്സിലായോ? ടീച്ചർ ഈ ക്വസ്റ്റ്യൻസിന്റെ നോട്ട് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്.
എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്യണം. എന്നിട്ട് അത് പഠിച്ചത് വോയിസും ടീച്ചറിന് ഇട്ടേക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ടീച്ചർ നൽകാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആയ ഫോർമാറ്റിംഗ് ഇൻ MS വേർഡ് ആണ്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഫോർമാറ്റിംഗ് ഇൻ MS വേർഡ് ആണ്. അപ്പോൾ എന്താണ് ഫോർമാറ്റിംഗ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 32. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫോർമാറ്റിംഗ് അല്ലേ? ഫോർമാറ്റിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്തല്ലോ, പേജ് നമ്പർ 32 എടുത്തല്ലോ. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഭാഗമാണ് ടീച്ചർ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. Formatting is changing the display of text in a form of you want to order to improve the document's appearance. Formatting enables you change the default settings of your computer to make a document attractive and striking. Select text can be formatting. Use the options from home menu in the menu bar. അതായത് formatting is changing the display of text from you want to order to improve the document appearance. അതായത് ഇപ്പം നമുക്കൊരു ചെയ്ത ടെക്സ്റ്റ് അല്ലേ, എന്തൊരു ഡോക്യുമെന്റ് നമുക്ക് അതിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ, നമുക്ക് അതൊരു ചേഞ്ചുകൾ വരുത്തി കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മാറ്റം അല്ലേ. അപ്പം നമ്മൾ ചെയ്ത ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അല്ലേ, അതിനെ നമുക്ക് നമ്മൾ വരുത്തുന്ന കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ വരുത്തുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർമാറ്റിംഗ് enables you change the difficult settings of your computer to make a document attractive and striking അല്ലേ. ഇപ്പൊ നമ്മൾ ഫോർമാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി മാറുന്നു? അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അത് മാറും. അതായത് നമ്മൾ അതിനകത്ത് കുറച്ച് ചേഞ്ചുകൾ വരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്തൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിനകത്ത് നമ്മൾ അതിനെ കുറച്ച് കളർഫുൾ ആക്കുക അല്ലെ, അതിന്റെ അതിന്റെ ബോൾഡ് ആക്കുക അല്ലെ, അണ്ടർലൈൻ ചെയ്യുന്നത് സൈസ് ഒക്കെ ബോർഡ് സൈസ് ഒക്കെ മാറ്റുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ ഡോക്യുമെന്റ് ഒരു അട്രാക്റ്റീവ് ആയിട്ട് അത് മാറാറുണ്ട്. അപ്പൊ അങ്ങനെ അട്രാക്റ്റീവ് ആക്കി അതിന് ചേഞ്ച് വരുത്തുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫോർമാറ്റിംഗ് ചെയ്യാനായിട്ട് സെലക്ട് ടെക്സ്റ്റ് ക്യാൻ ബി ഫോർമാറ്റ് യൂസിംഗ് ദ ഓപ്ഷൻസ് ഫ്രം ഹോം മെനു ഇൻ ദ മെനു ബാർ അല്ലേ. നമ്മൾ ഫോർമാറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഹോം മെനു. അതായത് മെനു ബാറിലെ ഹോം മെനു ആണ് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമുക്ക് ചേഞ്ച് വരുന്നതിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മെനു ബാറിലെ ഹോം മെനു എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതിലാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്? ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ എന്തുണ്ട്? ആ ഹോം മെനുവില് ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഫോർമാറ്റിംഗ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഫോർമാറ്റിംഗ് ഈസ് ദ ചേഞ്ചിങ് ദ ഡിസ്പ്ലേ ഓഫ് ദ ടെക്സ്റ്റ് ഫ്രം ദ യു വാണ്ട് ടു ഓർഡർ ടു ഇംപ്രൂവ് ദ ഡോക്യുമെന്റ്സ് അപ്പിയറൻസ്. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന ചേഞ്ചിനെയാണ് എന്ന് പറയുന്നത് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർമാറ്റിംഗ് enables you change the difficult settings of your computer to make a document attractive and striking. Clear? That formatting enable you change the settings your computer to make a document attractive and striking. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആ ഫോർമാറ്റിംഗിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്താ ടെക്സ്റ്റ് എന്നുള്ളത് എന്തായി മാറുന്നു? അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടും സ്ട്രൈക്കിംഗ് ആയിട്ടും മാറുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഏത് മെനു ആണ്? ഹോം മെനു എന്ന് പറയുന്ന മെനു ബാർ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് ക്യാരക്ടർ ഓഫ് ഫോർമാറ്റിംഗ് ആണ് അല്ലെ. ഫോർമാറ്റിംഗിന്റെ ക്യാരക്ടർ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എന്താണ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സ്ട്രൈക്കിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോം മെനു ബാറിലെ ഹോം മെനു ആണ് നമ്മൾ പറയുന്നത്. ഇനി അതിന്റെ ക്യാരക്ടേഴ്സ് അല്ലേ, എന്താണ് ഫോർമാറ്റിംഗിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ക്യാരക്ടർ ഓഫ് ഫോർമാറ്റിംഗ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. Character formatting has various formatting options that are used to enhance the appearance of the text in a Word document. അല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞു
നമുക്ക് അതിനകത്ത് ചേഞ്ച് വരുത്താൻ അല്ലേ, നമ്മൾ അതിനൊന്ന് അതിന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്ലിക്ക് ഹോം മെനു, ക്ലിക്ക് ഓൺ ദ ഫോൺ ടാബ് അല്ലേ. അതിനെന്ത് ചെയ്യാം, ക്ലിക്ക് മെനു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അല്ലേ. ക്ലിക്ക് മെനുവിന്റെ എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഹോം മെനു എന്ന് പറയുന്ന ഓപ്ഷൻ ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, ഇങ്ങനെ ഒരു ലിസ്റ്റ് വരും. എന്താണ്, ഫോൺ എന്ന് പറയുന്നൊരു ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട്, ഫോൺ എന്ന് പറയുന്നൊരു മെനു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹോം മെനു ക്ലിക്ക് ചെയ്യുക. ഹോം മെനു ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അപ്പം എന്ത് ഫോർമാറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ അല്ലേ, എന്തൊക്കെയൊക്കെ നമുക്ക് അതിന്റെ സൈസ് മാറ്റുക, കളർ ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഇതിനകത്ത് പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ടീച്ചർ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഫോൺ ടൈപ്പ്, എന്താണ് സൈസ്, സ്റ്റൈൽ, കളർ, എഫക്ട്സ് എക്സെട്ര അല്ലേ. നമുക്ക് നമ്മൾ പറഞ്ഞ ആദ്യം ഹോം മെനു ക്ലിക്ക് ചെയ്യുക. ഹോം മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൺ എന്ന് പറയുന്നൊരു മെനു നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനൊരു മെനു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മളുടെ ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ കഴിയും, സൈസ്, സ്റ്റൈല്, കളർ, എഫക്ട് ചെയ്യാൻ പറ്റും, ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്, ഫോൺ ടൈപ്പ് അല്ലേ, സൈസ്, അതിന്റെ സ്റ്റൈല്, അക്ഷരങ്ങളുടെ സ്റ്റൈല് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് സ്റ്റൈല്, പിന്നെ കളർ, എഫക്ട്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹോം മെനു ക്ലിക്ക് ചെയ്യുക. ഹോം മെനുവിലെ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെനു ബാർ ഒരു ഇത് കാണിക്കും അല്ലേ, ഒരു ഡിസ്പ്ലേ കാണിക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്താ ചെയ്യേണ്ടത് അല്ലേ, ഫോൺ സൈസ് ടൈപ്പ് മാറ്റാനാണോ, സൈസ് മാറ്റാനാണ്, സ്റ്റൈല്, കളർ അല്ലേ, എഫക്ട്സ് ഇതിലൊക്കെ ചേഞ്ച് വരുത്താനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, അതിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നോക്കിയേ, font size are measured the points. You can choose the size of the text from the size that are given അല്ലേ. അതായത് തന്നിരിക്കുന്നതിനകത്ത് സൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി ആ ഫോണ്ടിനകത്ത് സൈസ് എന്ന് പറഞ്ഞൊരു കൊടുത്തിരിക്കുന്നുണ്ടോ. അപ്പൊ അവിടെ നോക്കി 11, 8, 9, 10 എന്ന് പറഞ്ഞിട്ട് താഴോട്ട് മുന്നോട്ടൊക്കെ നമുക്കത് സൈസ് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ ടീച്ചർ നോക്കിയാൽ ഫോർമാറ്റിംഗ് ഇൻ MS വേർഡ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ അതിന് ഇച്ചിരി വലുപ്പത്തിൽ ഹെഡിങ് അല്ലേ, ഇത്തിരി വലുപ്പത്തിലാക്കണം ടീച്ചർ എന്ത് ചെയ്യും, ഫോർമാറ്റില് ഫോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, സൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ ടീച്ചറിന് എന്താണ് ഇത്തിരി കൂടെ വലുതാക്കാൻ 18 അല്ലെങ്കിൽ ഇത്തിരി കൂടെ വലുതാക്കാൻ 22 എന്നൊക്കെ ഉള്ള നമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ സൈസ് എന്ത് ചെയ്യും, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇല്ലേ. ഫോർമാറ്റിംഗ് MS വേർഡ് ടീച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിനനുസരിച്ച് ഇപ്പൊ നമുക്ക് 22, 22 എന്നൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇത്തിരി കൂടെ വലുപ്പത്തിന്റെ ഹെഡിങ് കാണിക്കാനായിട്ട് സാധിക്കും അല്ലേ. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആ ഒരു സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, യു ക്യാൻ ചൂസ് എ കളർ ഫോർ ദ ടെക്സ്റ്റ് ബൈ ക്ലിക്കിംഗ് ദ ഫോണ്ട് കളർ ബട്ടൺ ഓൺ എ ഡയലോഗ് ബോക്സ്. അതായത് നമുക്ക് എന്താണ് ഇനി അതിന്റെ എഴുതിയിരിക്കുന്ന ഫോർമാറ്റിന്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ഫോൺ കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആ ഫോൺ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി ഇങ്ങനൊരു ബോക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് കളറാണോ നമുക്ക് ആവശ്യം അത് നമ്മൾ സെലക്ട് ചെയ്യാം അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന വേർഡിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇതിൽ ഏത് കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ആ ഒരു കളറിലേക്ക് മാറും. റെഡ് ആണോ നമുക്ക് വേണ്ടെങ്കിൽ റെഡ്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ എന്ന് പറഞ്ഞ ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്കതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, ഫോൺ കളർ എന്ന് പറയുന്ന അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ഒരുപാട് കളേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ നമ്മൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, അത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ അല്ലാതെ നമ്മൾ ഷോർട്ട് കട്ട് കീസ് പഠിച്ചിട്ടുണ്ട്. അതായത് പ്രസ് കൺട്രോൾ കീ പ്ലസ് D to ഓപ്പൺ ഫോൺ ഡയലോഗ് ബോക്സ് ഡയറക്റ്റ്ലി. അതായത് ഫോൺ ഡയലോഗ് ബോക്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഹോം മെനുവിൽ പോയി അങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ലാതെ നമുക്ക് ഡയറക്റ്റ് നമുക്കത് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ്, അതായത് കൺട്രോൾ കീ പ്ലസ് D എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീസ് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അതില് കീബോർഡിലെ കൺട്രോൾ കീ പ്ലസ് D എന്ന് പറയുന്ന കീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് ഡയറക്റ്റ്ലി നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്, ഫോൺ ഡയലോഗ് ബോക്സ് ഡയറക്റ്റ്ലി നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് കീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് പ്രിവ്യൂ ബോക്സ്. എന്താണ് പ്രിവ്യൂ ബോക്സ് എന്നാണ്. ഓക്കെ നോക്കി, the font changes you made are displayed in a preview box as a sample. If you want to apply the changes to the document, click OK or cancel. അതായത് പ്രിവ്യൂ ബോക്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വരുത്തിയിട്ടുള്ള ഫോർമുല ഡോക്യുമെന്റിൽ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പം നമ്മൾ അതിന്റെ സൈസ് മാറ്റി അതിന്റെ കളർ ചേഞ്ച് ചെയ്തു അല്ലേ, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ മാറ്റങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പ്രിവ്യൂ ബോക്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത മാറ്റങ്ങൾ അല്ലേ, നമ്മൾ പുതിയ രീതിയിൽ അത് നല്ല മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, പ്രിവ്യൂ ബോക്സിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പ്രിവ്യൂ ബോക്സിൽ അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ കാണാനായിട്ട് നമുക്കത് സാധിക്കും. എന്നിട്ട് എന്ത് വേണം, നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലേ എന്ത് ചെയ്യാം, നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാം. കേട്ടോ, ഓക്കെ എന്നും ക്യാൻസൽ എന്നും രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ചേഞ്ചുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രിവ്യൂ ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ അല്ലേ അങ്ങനെ തന്നെ മതി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. നമുക്കല്ല ഇതിൽ ഈ ഒരു മാറ്റം വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പൊ അതാണ് പ്രിവ്യൂ ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് പ്രിവ്യൂ ബോക്സ് എന്ന് വെച്ചാൽ the font changes you may display in the preview box as a sample. If you want to apply the changes to the document, click OK അല്ലെങ്കിൽ ക്യാൻസൽ അല്ലേ. ഓക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ കൊടുക്കാം, ക്യാൻസൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം അല്ലേ. നമ്മൾ ചെയ്തിട്ടുള്ള അതായത് നമ്മൾ വരുത്തിയിട്ടുള്ള ഫോർമാറ്റിംഗ് അല്ലേ, നമ്മൾ ചെയ്തിട്ടുള്ള മാറ്റങ്ങളെയാണ് നമുക്ക് എന്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്, ഈ പ്രിവ്യൂ ബോക്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്കത് ആ ഒരു മാറ്റങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എങ്കിൽ അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. നമുക്കത് വേണ്ട എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്യാം. കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രിവ്യൂ ബോക്സിൽ ഉള്ളത്. അപ്പം നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പുതിയൊരു രീതിയിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഓക്കെ എന്ന് കൊടുക്കാം. നമുക്കത് വേണ്ട എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ക്യാൻസൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അടുത്ത നോക്കിയേ, എന്താണ് ക്വിക്ക് ഫോർമാറ്റിംഗ്. The quick formatting tab can also be used to format document. അതായത് എന്താണ് BIU എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഫയൽ മെനുവിൽ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പൊ ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ, നമുക്ക് എന്ത് പെട്ടെന്നൊരു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മളത് ഇതൊക്കെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഇപ്പം B എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, അത് ബോൾഡ് ആക്കാം. ഫോർമാറ്റിംഗ് MS വേർഡ് ഇതിൽ എഴുതിക്കുന്നത് അല്ല, കട്ടി ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, B എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് സെലക്ട് ചെയ്തിട്ട് B എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ബോൾഡ് ആയിട്ട് മാറും അല്ലേ. അടുത്തേക്ക് തന്നിരിക്കുന്ന ആ സെന്റൻസ് നമുക്ക് ഏത് സെന്റൻസ് ആണോ ചേഞ്ച് വരുത്തില്ല അതിന് നമുക്ക് ഇറ്റാലിക് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, I എന്ന് പറയുന്നത് ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് അത് സെറ്റ് നമ്മൾ എഴുതുമല്ലോ, അതിനെയാണ് ഇറ്റാലിക് എന്ന് പറയുന്നത്. ഇറ്റാലിക് രീതിയിൽ എഴുതാനായിട്ട് അതെന്ത് ഉപയോഗിക്കുന്നു, I എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. പിന്നെ നോക്കി U എന്നോടത്തേക്ക് നോക്കി, U എന്ന് പറയുന്നത് അണ്ടർലൈൻ, അതായത് നമുക്ക് കൊടുത്തിരിക്കുന്ന വാക്കിന് അടിയിലായിട്ട് അണ്ടർലൈൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് U എന്ന് പറയുന്ന അണ്ടർലൈൻ അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അടുത്ത് നോക്കിയേ, ഫോൺ ടൈപ്പ് അല്ലേ, അപ്പൊ ഏത് ടൈപ്പിലാണ് നമുക്ക് അത് വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈപ്പിലേക്ക് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ നോക്കിയാൽ സൈസ്, ഫോൺ സൈസ് മാറ്റി നോക്കിയേ. നെക്സ്റ്റ് ഉണ്ടോ, 11 നമ്പർ കൊടുത്തേക്കുന്നുണ്ടോ, അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് വേണ്ടുന്ന സൈസിൽ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. പിന്നെ എന്താണ് ഒത്തിരി വലുതാക്കണമെങ്കിൽ ലെറ്റേഴ്സ് ഇച്ചിരി വലുതാക്കണമെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യാം, അതിനെ ഫോൺ സൈസ് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അടുത്ത കിടക്കുന്നുണ്ടോ, കളർ കൊടുത്തേക്കുന്നുണ്ടോ, ഈ ഒരു A എന്നുള്ള ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ ഇവിടെ ബോക്സ് കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ബോക്സ് കാണും. അപ്പോൾ ആ ഒരു ബോക്സ് ഇതിവിടെ ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ഇങ്ങനെ ഒരു ബോക്സ് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്നിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആവശ്യമുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ഫോർമാറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അവിടെ B എന്ന് പറയുന്നത് ബോൾഡ് ആക്കുക, I എന്ന് പറയുന്നത് ഇറ്റാലിക്, U എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നത് എന്ത് വേണ്ടിയിട്ടാണത്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ബോഡി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ, അതെന്ന് പറയുന്നതാണ് ഫോണ്ട് ടൈപ്പ് മാറ്റാനായിട്ടാണ്. പിന്നെ ഇത് സൈസ് മാറ്റാനായിട്ട് അവിടെ നമ്പേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറത്തായിട്ട് നമ്പേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ സൈസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 8 ഒക്കെ ആകുമ്പോൾ ചെറുതാവും, 11, 11, 22 എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തിരി കൂടെ വലുതായി പോകും കേട്ടോ. ആ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക്
കളർ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വിക്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ക്വിക്ക് ഫോർമാറ്റിംഗ് നമുക്ക് ഷോർട്ട്കട്ട് കീസ് വഴി നമുക്ക് ചെയ്യാം. നോക്കിയേ, നമ്മൾ പഠിച്ചാണ് പ്രസ് കൺട്രോൾ കീ പ്ലസ് ബി അല്ലേ. കൺട്രോൾ കീ പ്ലസ് ബി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അതിനെ ബി ടു സെലക്ട് ടെക്സ്റ്റ് ഇൻ എ ബോൾഡ് അല്ലേ. അതിനെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ കീ പ്ലസ് ബി ഉപയോഗിക്കാം. നെക്സ്റ്റ് ഓക്കെ, കൺട്രോൾ കീ പ്ലസ് ഐ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിനെ ഇറ്റാലിക്സ് ആക്കാനായിട്ട് അല്ലേ. ടു സെലക്ട് ദ ടെക്സ്റ്റ് ഇൻ എ ഇറ്റാലിക്സ്. നെക്സ്റ്റ് ഓക്കെ, പ്ലസ് കൺട്രോൾ കീ പ്ലസ് യു, അതായത് കൺട്രോൾ കീ പ്ലസ് യു എന്തിനു യൂസ് ചെയ്യുന്നു, അത് നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിനെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഷോർട്ട്കട്ട് കീസ് ആണ്. ഈ രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പേര് തന്നിരിക്കുന്നത് പ്രസ് കൺട്രോൾ കീ പ്ലസ് യു, അതായത് ടു അണ്ടർലൈൻ ദി സെലക്ട് ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഷോർട്ട്കട്ട് കീസ് ആയ കൺട്രോൾ കീ പ്ലസ് യു ഉപയോഗിക്കുക. അപ്പോൾ കൺട്രോൾ കീ പ്ലസ് ബി എന്ന് പറയുന്നത് അത് ബോൾഡ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് കീ ആണ്. അതുപോലെ കൺട്രോൾ കീ പ്ലസ് ഐ എന്ന് പറയുന്നത് അത് എന്താണ്, അത് ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താണ് ഷോർട്ട്കട്ട് കീ ആണ്, ഷോർട്ട്കട്ട് കീസ് ആണത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ കീ പ്ലസ് യു എന്ന് പറയുന്നത് എന്താണ്, അത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട്കട്ട് കീ ആണ് കൺട്രോൾ കീ പ്ലസ് യു എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട്കട്ട് കീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഷോർട്ട്കട്ട് കീസും എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് ജസ്റ്റ് അത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് ഷോർട്ട്കട്ട് കീസ് വഴി നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, ക്ലിയർ ഫോർമാറ്റിംഗ് എന്താണെന്നാണ് പറയുന്നത്. അതായത് ക്ലിയർ ഫോർമാറ്റിംഗ് ഈസ് യൂസ്ഡ് ടു ക്ലിയർ ഓൾ ദ ഫോർമാറ്റിംഗ് ഫ്രം ദ സെലക്ഷൻ ലീവിംഗ് ഓൺലി പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് നമ്മൾ ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ഫോർമാറ്റിങ്ങിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് അത് മായ്ക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഓക്കെ, സ്ട്രിംഗ് ഫോണ്ട് എന്താണ്, സ്ട്രിംഗ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രീസ് എന്താണ്, സ്ട്രിംഗ് ഫോണ്ട്. നെക്സ്റ്റ് ഓക്കെ, സ്ട്രിംഗ് ഫോണ്ട് എന്നാണ്. അത് സ്ട്രിംഗ് ഫോണ്ട് എന്ന് വെച്ചാൽ ഈസ് യൂസ്ഡ് ടു ഡിക്രീസ് ദ ഫോണ്ട് സൈസ്, അതായത് അതിന്റെ സൈസ് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഫോണ്ട് സൈസ് നമുക്ക് ഡിക്രീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, സ്ട്രിംഗ് ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ട്രിംഗ് ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമുക്കത് ഫോണ്ട് സൈസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. നെക്സ്റ്റ് സ്ട്രിംഗ് ഫോണ്ട് ആണ്. സ്ട്രിംഗ് ഫോണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ സൈസ് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിംഗ് ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഗ്രോ ഫോണ്ട് എന്താണ്, ഗ്രോ ഫോണ്ട്. ഗ്രോ ഫോണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ഗ്രോ ഫോണ്ട് എന്ന് വെച്ചാൽ അതായത് തന്നിരിക്കുന്ന ആ ഒരു സൈസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്തിരി കൂടെ വലിപ്പം ആ സൈസ് വലുതാക്കാൻ വേണ്ടിയിട്ട്, ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഓപ്ഷൻ യൂസ് ചെയ്യാം, ഗ്രോ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പം ഗ്രോ സ്ട്രിംഗ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ, വലുതാണെങ്കിൽ നമ്മുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, സ്ട്രിംഗ് ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അടുത്തൊക്കെ ഗ്രോ ഫോണ്ട്. ഗ്രോ ഫോണ്ട് എന്ന് വെച്ചാൽ എന്താണ്, അതായത് തന്നിരിക്കുന്നതിന്റെ ഇത്തിരി കൂടെ സൈസ് വലുതാക്കാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻക്രീസ് ചെയ്യാനായിട്ടും ഡിക്രീസ് ചെയ്യാനായിട്ടും നമ്മൾ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും ഡിക്രീസ് ചെയ്യാനായിട്ടും നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഷോർട്ട്കട്ട് കീസ് ഉപയോഗിക്കാം. അതായത് നമുക്ക് കൺട്രോൾ കീ പ്ലസ് ഒരു ആരോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൺട്രോൾ കീ പ്ലസ് ഇങ്ങനെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അതായത് കൺട്രോൾ കീ പ്ലസ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് ആ ഫോണ്ട് സൈസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇങ്ങനെ അതുപോലെ തന്നെ തിരിച്ച് അല്ലേ, അതായത് ഇത് ഡിക്രീസ് ചെയ്യാനാണ്, ഇത് എന്ത് ചെയ്യാനായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് കേട്ടോ, കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടുള്ള രണ്ട് ഓപ്ഷൻ ആണ്. അപ്പോൾ അത് ഷോർട്ട്കട്ട് കീ ആണ്. കൺട്രോൾ കീ പ്ലസ് ഈ സിമ്പിൾ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തിനു പറ്റും, ആ ഫോണ്ട് സൈസ് നമുക്ക് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. കൺട്രോൾ കീ പ്ലസ് ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട്കട്ട് കീസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് പേജ് നമ്പർ 34 ഇവിടെ വരെയാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്യുക, എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ഫോർമാറ്റിംഗ് എന്നാണ്.
അതായത് ഫോർമാറ്റിംഗ് ഈസ് ചേഞ്ചിങ് ദ ഡിസ്പ്ലേ ഓഫ് ടെക്സ്റ്റ് ഇൻ എ ഫോം you want to order to improve the documents and appearance. Like formatting enable you change the difficult settings of your computer to make a document attractive and striking. Selected text can be formatted using the options from form menu in a menu bar. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിന്റെ ടെക്സ്റ്റിൽ നമ്മൾ ഒന്ന് ചേഞ്ച് വരുത്താൻ മോഡിഫൈ ചെയ്യുന്നതിനാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെനു ബാറിലെ ഹോം മെനു എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ആ ഹോം മെനുവിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ഫോണ്ട് ടൈപ്പ്, സൈസ്, സ്റ്റൈല്, കളർ, എഫക്ട്സ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും അല്ലേ? ഫോണ്ട് സൈസ് ആർ മെഷർഡ് ഇൻ എ പോയിന്റ്സ്. യു ക്യാൻ ചൂസ് ദ സൈസ് ഓഫ് ടെക്സ്റ്റ് ഫ്രം ദ സൈസ് ദാറ്റ്സ് ഗിവൺ അല്ലേ? ഫോണ്ട് സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്കത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ സൈസ് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് യു ക്യാൻ ചൂസ് എ കളർ ഫോർ ദ ടെക്സ്റ്റ് ബൈ ക്ലിക്കിംഗ് ഫോണ്ട് കളർ. ഫോണ്ട് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലൊരു കളർ ബോക്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീസിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്നത് പ്രിവ്യൂ ബോക്സ് എന്താണെന്നാണ്. പ്രിവ്യൂ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുത്തിയിട്ടുള്ള ചേഞ്ചുകളെ നമ്മൾ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെ, കണ്ടിന്യൂ ചെയ്യുന്നു എങ്കിൽ നമുക്ക് അവിടെ ഓക്കെ കൊടുക്കാം. നമ്മൾ അത് ചെയ്തിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്തില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ക്യാൻസൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ക്വിക്ക് ഫോർമാറ്റിംഗ്, അതായത് എളുപ്പത്തിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ബി എന്നത് ബോൾഡ് ആക്കുക, ഐ എന്ന് പറയുന്ന ഇറ്റാലിക്സ്, യു എന്ന് പറയുന്നത് അണ്ടർലൈൻ ആണ്. പിന്നെ നോക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ആരോ കൊടുത്തിരിക്കുന്നത് ഫോണ്ട് ടൈപ്പ് ആണ്. ആ ടൈപ്പ് ഫോണ്ട് ടൈപ്പ് മാറ്റാനായിട്ടുള്ള രീതിയിലാണ്. അതുപോലെ ഫോണ്ട് സൈസ് മാറ്റാനായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് കാണുമ്പോൾ അതിനകത്ത് ഇത് ഈ ലെറ്റേഴ്സ് ഒക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് അതൊന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചെയ്യുമ്പോൾ ബി ബോൾഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബി യൂസ് ചെയ്യാം, ഐ ഇറ്റാലിക്സ് ആക്കാനാണെങ്കിൽ ഐ യൂസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഈ പിക്ചർ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ അതിന്റെ ഷോർട്ട് കട്ട് കീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലിയർ ഫോർമാറ്റിംഗ് എന്താണ്, സ്ട്രിംഗ് ഫോണ്ട് എന്താണ്, അതുപോലെ ഗ്രോ ഫോണ്ട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നു. അതുപോലെ എന്താണ് അതിന്റെ ഷോർട്ട് കട്ട് കീസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ എന്ത് ചെയ്യാം? നന്നായിട്ട് ആ ടെക്സ്റ്റുകളൊന്ന് റീഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് റീഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.